കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ ഞങ്ങളെ. ഇന്നത്തെ കളഭാലങ്കാരം ആനപ്പുറത്തിരിക്കണ ഗുരുവായൂരപ്പനായിട്ടാണ് ചാർത്തിരിക്കണത്. കളഭം കൊണ്ട് ചെറിയൊരു ആനേനെ ചാർത്തിയിട്ടുണ്ട്. ചെറിയ കൊമ്പും തുമ്പി കൈയൊക്കെ ആയിട്ട് ചെറിയൊരു ആന. അതിനുള്ളത് പൊന്നു ഗുരുവായൂരപ്പൻ ഇരിക്കണു. അതേലൊക്കെ ഇങ്ങനെ കാണാം. രണ്ട് തൃപ്പാദം ആനയുടെ ചെവിയുടെ പിന്നിലായിട്ടാണ്. കഴുത്തിന് നല്ല ഭംഗിയുള്ളൊരു മുല്ലമുട്ട് മാല, കഴുത്തിനോട് ചേർന്ന് വളയുമ്പോൾ മാല ചാർത്തിയിട്ടുണ്ട്. കൈവളകള് തൊൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ശംഖുചക്ര ഗദാപത്മത്തോട് കൂടിയിട്ട് ആന പുറത്തിരിക്കണത്. ശംഖും ചക്രം സ്വർണത്തിന്റെ കൊടുത്തിട്ടുണ്ട്. ഗദ ചന്ദനം കൊണ്ട് ചാർത്തിരിക്കുകയാണ്. പത്മം ഒരു താമരപ്പൂ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ആനപ്പുറത്തിരിക്കണം ശംഖുചക്ര ഗദാപത്മത്തോട് കൂടിയുള്ള നാരായണനായിട്ടാണ് ശ്രീലകത്ത് ചാർത്തിരിക്കുന്നത്. ആനയ്ക്ക് അധികം തടിയില്ല. ഉണ്ണിക്കണ്ണന് അധികം തടിയൊന്നുമില്ല. ഗുരുവായൂരപ്പനും തടി കുറഞ്ഞൊരു ഗുരുവായൂരപ്പൻ, തടി കുറഞ്ഞൊരു ആന. അങ്ങനെയൊക്കെയായിട്ട് നല്ല നല്ല കൗതുകത്തിൽ ആനപ്പുറത്തിരിക്കണ ഒരു ഗുരുവായൂരപ്പനായിട്ടാണ് ചാർത്തിരിക്കുന്നത്. ചെവിയിൽ ചെവിപ്പൂക്കള്, നെറ്റീമിന്റെ സ്വർണ്ണഗോപി നല്ല മന്ദഹാസത്തോട് കൂടിയിട്ട് ആനപ്പുറത്തിരിക്കുകയാണ്. പൊന്നിങ്കിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നിങ്കിരീടത്തിന്റെ മുകളിൽ രണ്ട് തിരുമുടി മാലകൾ ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയായിട്ടുള്ളൊന്ന്, പിന്നെ ഒന്ന് വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതൊന്ന്. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല, വനമാല, തെച്ചിയും തുളസിയും ഇടകലർന്ന് നല്ല ഭംഗിയുള്ള ഒരു വനമാല അതും ചാർത്തിയിട്ടുണ്ട്. അതുപോലെ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയും വെളുത്ത പൂവും തുളസിയും താമരയും തുളസിയും കേട്ടുള്ള 2-4-5-6 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ നാരായണൻ ആനപ്പുറത്തിരുന്ന് ശംഖചക്ര കഥാപത്മത്തോടു കൂടി ആനപ്പുറത്തിരിക്കുന്നതായിട്ടാ ഇന്ന് ചാർത്തിരിക്കണം കേട്ടോ. എല്ലാം കൗതുകം തന്നെയാണ്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. മോക്ഷം തുറക്കുന്നൊരു തീർപ്പുകോലേ, ചിൽക്കാമ്പൊലിക്കുന്നൊരു പൊന്നുചാലേ, പൂമാതുറങ്ങുന്നൊരു ചന്ദ്രശാലേ, നീയാശ്രയം ശ്രീ ഭഗവാന്റെ കാലേ. കുന്നിച്ചു ദുഃഖങ്ങളിൽ നിന്നു കയറാൻ കാണിച്ച കോണിപ്പടി, ഗോപതന്നി തെണ്ടിച്ചു തന്മേനിയുടച്ചൊടുക്കം മേടിച്ച മാസപ്പടി മാധവാംഗ്രീ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തത ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിലായിട്ട് ആനപ്പുറത്ത് ചെറിയൊരു ആനപ്പുറത്ത് ചെറിയൊരു ഗുരുവായൂരപ്പനായിട്ട് ഇങ്ങനെ ഇരിക്കേണ്ട ശംഖചക്ര ഗദാപത്മത്തോടുകൂടി നാരായണനായിട്ട് ആ ശ്രീലകത്തിരിക്കുന്നത് കേട്ടോ. എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിച്ചുകൊണ്ട് ആ ആനപ്പുറത്ത് കണ്ണനാച്ചാൽ ആന എന്ന് പറഞ്ഞാൽ അത്ര കണ്ട് ഇഷ്ടമാണ്. ആനപ്പുറത്തിരിക്കണം ആ പൊന്നു ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ച തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക. എന്നിട്ട് ആ തിരുമുഖം നോക്കുക. പുഞ്ചിരി തൂക്കി നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കണ പൊന്നു ഗുരുവായൂരപ്പൻ. ആ അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കണ ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കുക. കൈവടിയരുതേ കണ്ണ ഗുരുവായൂരപ്പ കൂടെ ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് നാമം ജപിക്കല്ലേ. നാരായണ കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.